ഞാൻ അങ്ങയുടെ ആജ്ഞ പാലിക്കാം മഹാരാജൻ. പക്ഷെ ഒരിക്കൽ പുനർവിചാരം ചെയ്യണം. ഇത് സത്യമാണോ? പാർവതി ശക്തിയുടെ അവതാരമാണോ? അവരുടെ തപസ്സിന്റെ ബലവും ജ്വാലകളും കാരണമാണ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ഓടേണ്ടി വന്നത്. ഇനി വീണ്ടും അവരോട് ദുഷ്പ്രവർത്തി ചെയ്താൽ ഇവിടെ നിന്നും ഓടി നാം എവിടെ പോകും? അവരോട് ചെയ്യപ്പെടുന്ന ദുഷ്കർമ്മം നമുക്ക് അനർത്ഥകാരിയായി തീർന്നേക്കും മഹാരാജ. സേനാപതി, നീ ഭീരുവായി കഴിഞ്ഞു. നിന്റെ ഭുജങ്ങൾക്കിപ്പോൾ ശക്തിയില്ലാതായി. ഓ, നപുംസകങ്ങളുടെ സംഘത്തിൽ ചെന്ന് ചേര്. ഇങ്ങനെ കഠിന വാക്കുകൾ പറഞ്ഞ് എന്നെ അപമാനിക്കരുതേ മഹാരാജൻ. ഭീരു, നപുംസകം എന്ന പേരിനേക്കാൾ ഭേദമാണ് പാർവതിയുടെ ഉഗ്ര ക്രോധത്തിന് പാത്രമായി സമാപ്തി അടയുന്നത്. ഉചിതമായ വിചാരം തന്നെ, പക്ഷേ അത് സംഭവിക്കില്ല. നീ നമ്മുടെ പരാക്രമികളായ സൈനികരുമൊത്തു പോ. സമാപ്തയാക്ക് പാർവതിയെ. പാർവതി ഉണ്ടാകില്ല, ശിവപുത്രനും ജനിക്കില്ല. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ദാനവരാജൻ, മഹാരാജൻ, താരകാസുരൻ ജയിക്കട്ടെ. അനർത്ഥം, അനർത്ഥമായി മഹാരാജൻ, അനർത്ഥമായി. നരകാസുര, നിന്റെ സ്വരം പതറിയതെന്താണ്? അല്പം ശാന്തനായി സ്നേഹത്തോടെ പറയെന്തുണ്ടായി? ദൈത്യരാജ, അങ്ങ് പാർവതിയെ നശിപ്പിക്കാനായി സേനയും സേനാപതിയെയും അയച്ചില്ലേ? ആ, അയച്ചിരുന്നു. അതിന് അവരിനി തിരിച്ചു വരില്ല. എന്താ? എന്തുകൊണ്ട് വരില്ല? കാരണം പാർവതിയുടെ തപസ്സിന്റെ ജ്വാലയിൽ അവരെല്ലാം ദഹിച്ചുപോയി, എല്ലാവരും മരിച്ചുപോയി. ഹേ ദുഷ്ട, അശുഭ വാർത്ത ഇങ്ങനെയാണോ അറിയിക്കുന്നത്? ത്രിലോക വിജയം ഇപ്പോൾ ആവശ്യമായിരിക്കുന്നു. ത്രിലോക വിജയത്തിലുള്ള യാത്ര നാം സ്വർഗലോകത്തിൽ നിന്ന് ആരംഭിക്കും. ആദ്യം സ്വർഗലോകം, പിന്നെ മറ്റു ലോകങ്ങൾ. ശിവപാർവതി വിവാഹത്തിന്റെ സാധ്യത ഈ വിജയയാത്രയിൽ സമാപ്തമായി തീരും. പിന്നെ ആരാണുണ്ടാകുക എന്റെ വിരോധിയായി? ആരുണ്ടാകും? ആരും ഉണ്ടാകില്ല എനിക്ക് വിരോധിയായി. ചിലങ്ക ചൊല്ലി കിലു 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 തരിവള കിലുങ്ങി ചിൽ 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 ചിലങ്ക ചൊല്ലി കിലു 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 തരിവള കിലുങ്ങി ചിലങ്ക ചൊല്ലി തരിവള കിലുങ്ങി ചിലങ്ക ചൊല്ലി തരിവള കിലുങ്ങി പാട്ടുകൾ പാടി തരുണികൾ ആടി തരുണികൾ ആടി ചിൽ 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 ചിലങ്ക ചൊല്ലി കിലു 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 തരിവള കിലുങ്ങി. സ്വാമി, അത് നോക്കൂ, ദേവർഷി നാരദൻ. ദേവർഷി, ദേവർഷി, ദേവർഷി,
അങ്ങ് വന്ന ഉടനെ തിരിച്ചു പോകുന്നു. ഇന്ദ്രസഭയിൽ അങ്ങേക്ക് സ്വാഗതം. വന്നാലും ഇരുന്നാലും. ദേവരാജൻ ഇന്ദ്രനെ അനുമോദിക്കാൻ വന്നതായിരുന്നു. പക്ഷേ ദേവരാജൻ ഇന്ദ്രൻ നൃത്തത്തിലും ഗാനത്തിലും സ്വയം മറന്നിരിക്കുകയാണ്. നാരായണ നാരായണ നടക്കണം. നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. പ്രണാമം ദേവർഷി. ദേവരാജ, വിലാസവും ശക്തിയും തമ്മിൽ ശത്രുതയാണ്. അവ രണ്ടിന്റെയും ഒന്നിച്ചുള്ള നിലനിൽപ്പ് സംഭവ്യമല്ല തന്നെ. ദേവർഷി, ദേവർഷി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് ഈ നൃത്തം കണ്ട് ആനന്ദിക്കുകയാണെങ്കിൽ വിലാസം കാരണം അങ്ങയുടെ ശക്തി ക്ഷയിച്ചു പോകുമെന്നാണോ? അങ്ങക്ക് ആശീർവാദം നൽകാനാകില്ലെന്നോ? ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ട സത്യമാണിത് ദേവരാജ. തീർച്ചയായും വിലാസലയിൽ ശക്തി ക്ഷയിക്കുന്നു. ആരുടെ ശക്തിക്ക് ക്ഷീണം ഭവിക്കുന്നുവോ അയാൾ ആശീർവദിക്കാനല്ല, സ്വയം മംഗളം കാക്ഷിക്കുവാൻ കൂടി യോഗ്യനല്ലാതായി തീരുന്നു. നാരായണ നാരായണ. അത്ഭുത സത്യം തന്നെ. സർവവ്യാപക സത്യമാണിത്, ശാശ്വത സത്യമാണിത്. ദേവരാജ, ഈ സത്യം സ്വയം പരീക്ഷിച്ചു നോക്കൂ. അതെങ്ങനെ ദേവർഷി? ഗതസ്മരണകളിൽ നിന്ന് ഭാവി സങ്കല്പം വരെ വിചിന്തനം വഴി. ദേവരാജ, ഗതകാലത്തിൽ വിലാസപ്രിയത കാരണം അങ്ങയുടെ ശക്തി നഷ്ടമായി. അസുരന്മാർ നിങ്ങളെ ആക്രമിച്ചു, സ്വർഗത്തിൽ അധികാരം സ്ഥാപിച്ചു. ആ സ്ഥിതിയിൽ അങ്ങ് അങ്ങുമിങ്ങും ഓടി നടന്നു. ഇടയ്ക്ക് പരംപിത ബ്രഹ്മാവ്, ചിലപ്പോൾ ശ്രീഹരി വിഷ്ണു, ചിലപ്പോൾ വിഷ്ണുനാഥനെ സമീപിച്ച് ആർത്തനാദത്തിൽ വിലപിച്ചു. അങ്ങയ്ക്ക് താരകാസുരനിൽ നിന്ന് രക്ഷ നേടാനായി. ദേവി പാർവതിയുടെ കൃപയും ശക്തിയും കൊണ്ട് പരംപിത ബ്രഹ്മദേവൻ താരകാസുരനെ സ്വർഗത്തിൽ നിന്നും ഓടിച്ചു. പക്ഷേ ഇപ്പോൾ അങ്ങൊരു സത്യം മറക്കുന്നു. താരകാസുരൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു. താങ്കളുടെ വിലാസപ്രിയത അവന് ശക്തി നൽകി അവനെ അധിക ബലവാനാക്കും. അവൻ സ്വർഗത്തിൽ പുനരാക്രമണം നടത്തും. അങ്ങയെ പരാജയപ്പെടുത്തി വിജയം കൈവരിക്കും. ഭാവിയിൽ വീണ്ടും അവൻ സ്വർഗാധിപതിയായി തീരും. ഇല്ല ദേവർഷി, ഇല്ല. അങ്ങ് ഞങ്ങളുടെ ഗുണകാംക്ഷിയാണ്. പിന്നെ എന്തിനിങ്ങനെ അശുഭം കാക്ഷിക്കുന്നു? ഇത് അശുഭകാമന അല്ല ദേവരാജ. ഞാൻ അങ്ങയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സത്യം പ്രകടമാക്കുവാൻ പരിശ്രമിക്കുകയാണെന്ന് മാത്രം. അങ്ങ് അത് ചെയ്യുമെങ്കിൽ അങ്ങയ്ക്ക് നല്ലത് വരും. നാരായണ നാരായണ. ഞാൻ എന്ത് ചെയ്യണം? ദീർഘദർശിത്വത്തോടുകൂടി പ്രവർത്തിച്ചാൽ സാധ്യമാകും. ശരി, ഞാൻ ആരംഭം കുറിക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് സ്വയം പ്രവർത്തിക്കണം. നാരായണ നാരായണ. ആദ്യമായി അങ്ങ് ഈ സത്യം സ്വീകരിക്കണം. അങ്ങ് വീണ്ടും സ്വർഗാധിപതിയായി എന്നത്. അതിനെന്താ, എല്ലാവർക്കും അറിയുന്നതല്ലേ. നാരായണ നാരായണ. ദേവരാജ, സർവർക്കും ഇതുകൂടി അറിയാം. താരകാസുരൻ ജീവിച്ചിരിക്കുന്നു. സ്വർഗത്തിന്റെ അധികാരിയാകാനുള്ള മോഹം അവനെ വീണ്ടും സ്വർഗത്തിൽ എത്തിക്കും. ദേവരാജ, എനിക്കും അങ്ങേക്കും അറിയാം, താരകാസുരനെ വധിക്കാനുള്ളവൻ ഇതുവരെ ജനിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് അസുരരാജൻ താരകാസുരൻ എപ്പോൾ വേണമെങ്കിലും. മതി ദേവർഷേ, മതി. അങ്ങ് നിർത്തിയാലും. നിർത്തേണ്ടത് ദേവരാജനാണ് ദേവി സജി. അദ്ദേഹത്തിന് നന്നായിട്ടറിയാം താരകാസുരവധം ശിവപുത്രനെ ചെയ്യാനാകൂ എന്ന്. ഞങ്ങൾക്ക് ഇനിയും കഷ്ടം സഹിക്കാനാകില്ല ദേവർഷേ. സ്വർഗത്തിന് പുറത്ത് ഞങ്ങൾ വളരെ യാതനകൾ സഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് താരകാസുരന്റെ വധം തീർച്ചയായും നടക്കണം. ദേവരാജൻ ഇന്ദ്രനോട് ആദ്യം ചോദിച്ചു നോക്കണം അത് എന്ന്, എങ്ങനെ നടക്കുമെന്ന്. നാരായണ നാരായണ. നടക്കുക ശിവപുത്രൻ മുഖേനയായിരിക്കും. പക്ഷേ ശിവപാർവതി വിവാഹം നടക്കണം, എന്നാലേ ശിവപുത്രൻ ജനിക്കൂ. ശിവപാർവതി വിവാഹം എപ്പോൾ നടക്കും? ഭഗവാൻ ശിവൻ വിവാഹത്തിന് അനുവാദം തന്നു കഴിഞ്ഞാൽ. മൂലപ്രശ്നം ഇപ്പോഴും അത് തന്നെ വരുണദേവ. ഭഗവാൻ ശിവൻ വിവാഹത്തിന് സമ്മതിക്കുന്നത് എപ്പോഴാണ്? ദേവർഷി, അങ്ങ് തന്നെ ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയാലും. അങ്ങ് പറഞ്ഞാലും ഞങ്ങൾ എന്ത് ചെയ്യണം? ദേവരാജ, അങ്ങ് ക്രാന്തദർശിയും ശക്തിശാലിയുമാകേണ്ടതുണ്ട്.
സുഖലോലുത ത്യജിച്ച് പുരുഷാർത്ഥം തേടണം. ഭഗവാൻ ശിവന്റെ സമീപം ചെന്ന് പ്രാർത്ഥിക്കണം. പാർവതിയുടെ തപസ് സഫലമാക്കുവാൻ, വിവാഹത്തിന് സമ്മതം നൽകുവാൻ. ദേവർഷി, നമുക്കിപ്പോൾ തന്നെ അങ്ങയുടെ നേതൃത്വത്തിൽ ഭഗവാൻ ശിവന്റെ സമീപം പോകാം. ശരി, പോകാം. ഹര 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 മഹാദേവ, 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 ഹര 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 മഹാദേവ. ഓം നമഃ ശിവായ, 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 ഓം നമഃ Om Namah Shivaya. 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 Om Nam